ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇപ്പോൾ മെയ് മാസം പകുതിയായി, ഇനിയിപ്പോൾ കുറച്ച് വെക്കേഷൻ പീരീഡും കൂടിയേ ബാക്കിയുള്ളൂ. കുട്ടികൾ ജൂണിൽ അവരുടെ സ്കൂളുകളിലേക്ക്, പുതിയ ക്ലാസ്സുകളിലേക്ക് പോവുകയാണെന്നറിയാം. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ചിട്ടുള്ള, അടുത്ത വർഷം മുതൽ അടുത്ത അധ്യയന വർഷത്തിൽ 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന മിടുക്കന്മാരും മിടുക്കുകളായിട്ടുള്ള കുട്ടികളോടാണ്, കൂടാതെ അവരുടെ പാരൻസും കൂടിയും. ഈ 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ അവരുടെ പഠന രീതി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത്രയും കാലം കുട്ടികൾ കൂടുതലും കാണാതെ പഠിക്കുന്ന, ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും കുറേയൊക്കെ കുട്ടികൾ ചെയ്തിട്ടുള്ള മാർക്കുകൾ വാങ്ങിയിട്ടുണ്ടാവും. കാരണം അത്തരത്തിലുള്ള ഒരു സിലബസ് ഫ്രെയിംവർക്കാണ് പൊതുവെ 5 വരെ ഉള്ളത്. പക്ഷേ 6 മുതൽ കുറച്ചും കൂടി കൺസെപ്റ്റുകൾ വൈഡാവാൻ പോവുകയാണ്. കുറച്ചുകൂടിയും കുട്ടികളുടെ ബേസിക് ലെവൽ ഫൗണ്ടേഷനൊക്കെ സ്ട്രോങ് ആക്കുന്ന സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഈ സമയത്ത് തന്നെ അവരുടെ ആ ഒരു പഠന രീതി മെല്ലെ മാറി അവർ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ അതിന് ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് ദം ടീച്ച്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾ ഇപ്പോൾ തന്നെ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് അവർ പഠിപ്പിക്കുന്ന പഠനം പഠിപ്പിക്കുന്നത് പോലെ ആക്കി മാറ്റുക. അത് അവർ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാം, നീ അതെനിക്ക് പഠിപ്പിച്ച് താഴെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കുറച്ചും കൂടിയും താല്പര്യം അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇത്തരത്തിൽ മനസ്സിലാക്കി പഠിക്കുന്ന രീതി ഇപ്പോൾ തന്നെ കുട്ടികൾ എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും മറ്റൊക്കെ പോകുമ്പോൾ പഠനത്തിലുപരിയായും കൊണ്ട് കുട്ടികളുടെ കലാവാസനയും അതുപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള മികവുകൾ അവർക്ക് കാഴ്ചവെക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ അതിലൊക്കെ കുട്ടികൾ കൃത്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ എൻകറേജ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ കുട്ടികൾ പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടും, ഇപ്പോൾ ജോമെട്രി ബോക്സുകളും മറ്റൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്, അതിൻ്റെ യൂസേജസ് എന്താണെന്ന് കുട്ടികൾ കൃത്യമായി ടീച്ചേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും, അതുപോലെ തന്നെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കാനുള്ള ഒരു ശീലം, ചോദിക്കാനുള്ള കുട്ടികളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ ബ്രേക്ക് ചെയ്ത് ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ കുട്ടികളെ വാർത്തെടുക്കേണ്ടതുണ്ട്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് മെല്ലെ കുതിച്ചു കയറാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ്, കുട്ടികൾ ഈ ക്ലാസ്സുകളിലുള്ള സിലബസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ ഡെപ്തിൽ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം സംഭവം 6ാം ക്ലാസ്സിലെ സിലബസുകളൊക്കെ ഭയങ്കര സിമ്പിളാണെങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ വരുന്നത് അവിടെ മുതലാണ്. അതുകൊണ്ടാണ് XNYയിൽ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുത്തുകൊണ്ട് അവരുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങും പുതുതായ കാര്യങ്ങൾക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്ക്, ഒരു അക്കാദമിക് ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്ത് കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനലായിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ കുട്ടികൾ ആ സമയത്താണ് പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം കുട്ടികൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്നും ഹരിക്കാനും ഗുണിക്കാനും കൂട്ടാനും കുറക്കാനും മുതലായ അടിസ്ഥാന കാര്യങ്ങളിൽ അവർക്ക് ഡൗട്ടില്ല എന്നുള്ള കാര്യം ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ഈ ഒരു അക്കാദമിക് ഇയർ മുതൽ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു അക്കാദമിക് ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.